നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ. ഇന്ന് നമ്മൾ ഈ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്നുള്ള ഈ ഒരു സെഷനിൽ ഇന്ത്യ നാച്ചുറൽ വെജിറ്റേഷൻ, അതായത് പാർട്ട് 2-ലെ 5-ാമത്തെ പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ചും, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ, അതുപോലെ തന്നെ വനവൽക്കരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിനുവേണ്ടി നമ്മുടെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നയങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ ഈ ഒരു പാഠഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് 3 മാർക്ക്, 4 മാർക്ക്, ചിലപ്പോൾ അത് 6 മാർക്ക് വരെ സ്കോർ ചെയ്യാവുന്നതാണ്. നമുക്ക് പഴയ ചോദ്യപേപ്പറിലേക്ക് പോവാം. ഒന്നാമത്തെ 2008 ജൂണിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. The map given below, the shaded portion indicates a typical natural vegetation cover. Try to identify the type of vegetation and write a brief note. താഴെ തന്നിരിക്കുന്ന മാപ്പിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഒരു പ്രത്യേകതരം നാച്ചുറൽ വെജിറ്റേഷനെ സൂചിപ്പിക്കുന്നു. ഇത് ഏതെന്ന് കണ്ടെത്തി ചെറു വിവരണം തയ്യാറാക്കുക എന്നുള്ളതാണ്. 3 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു തീരപ്രദേശത്ത് കൂടിയാണ്, മഹാരാഷ്ട്രയുടെ തുടങ്ങി നമ്മുടെ കേരളവും ഒക്കെ ഉൾപ്പെടുന്ന തീരപ്രദേശത്തു കൂടി ഇങ്ങനെയുള്ള ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കുറച്ച് ഭാഗം തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗവും, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൻ്റെ ഒറീസയുടെയും ചെറിയ ഭാഗങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു മേഖലയാണ്, വടക്ക് കിഴക്കൻ മേഖല. അപ്പം നമ്മുടെ നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ച് നിങ്ങൾ നല്ലൊരു ധാരണ നമ്മുടെ ഈ പാഠം തുടങ്ങുമ്പോൾ തന്നെ ഭൂപടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, ഏതൊക്കെയാണ് നമ്മുടെ ടൈപ്പ് ഓഫ് നാച്ചുറൽ സസ്യജാലങ്ങൾ എന്നുള്ളത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ലൊക്കേഷനും അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ച് കിടക്കുന്നതെന്നൊക്കെ ഒരു നല്ലൊരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഒരു സംശയവുമില്ല, ഇതിൻ്റെ ഉത്തരം ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. അതായത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പിന്നെ അതിൻ്റെ 3 മാർക്ക് ആയതുകൊണ്ട് നമുക്ക് അതിനെ കുറച്ച് ഡീറ്റെയിൽസ് എഴുതണം. അതായത് ഇത് വെസ്റ്റേൺ ഘട്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇതുള്ളത്. വെസ്റ്റേൺ ഘട്ടിൻ്റെ, അതായത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും, ഈ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും അതുപോലെ ആൻഡമാൻ നിക്കോബർ ഐലൻഡ് ദ്വീപുകളിലൊക്കെ തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതിൻ്റെ സവിശേഷത, ഇത് ഏറ്റവും കൂടുതൽ മഴയുള്ള സ്ഥലങ്ങളിലാണ് ഇത് വ്യാപിച്ചിടക്കുന്നത്. മഴ 200 സെൻറ്റിമീറ്ററിലധികം മഴയും വേണം. അതോടൊപ്പം തന്നെ ടെമ്പറേച്ചർ 22 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വേണം. അത്തരം പ്രദേശങ്ങളിൽ മാത്രമേ ഈ ഒരു ടൈപ്പ് വെജിറ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഇതിന് എക്സാമ്പിളാണ് റോസ്വുഡ്, എബണി, ആഞ്ഞിലി തുടങ്ങിയ മരങ്ങളൊക്കെ ഇതിന് എക്സാമ്പിളായിട്ടാണ്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. കൂടുതൽ മാർക്ക് വരികയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പോയിന്റുകൾ എഴുതേണ്ടതാണ്. ഓക്കെ, അടുത്തത് 2009 മാർച്ചിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ എന്താ ചോദ്യം നോക്കൂ. വാരിയസ് സ്റ്റെപ്സ് ആർ ഇനിഷ്യേറ്റഡ് ഇൻ ഇന്ത്യ ബേസ്ഡ് ഓൺ ദ ഫോറസ്റ്റ് കൺസർവേഷൻ പോളിസി. മെൻഷൻ എനി 2 സച്ച് പ്രോഗ്രാംസ്. ഇന്ത്യയിൽ വനസംരക്ഷണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആരംഭിച്ചിട്ടുള്ള ഏതെങ്കിലും 2 പരിപാടികൾ എഴുതുക. കുറേ പരിപാടികൾ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് വളരെ തുടക്കം മുതൽ തന്നെ, സ്വാതന്ത്ര്യത്തിന് ശേഷം തുടക്കം മുതൽ തന്നെ ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. നിങ്ങൾ അതെന്തായാലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇവിടെ നമുക്ക് എന്താണ് ഏറ്റവും ആദ്യം 1952 പാസ്സാക്കിയ ദേശീയ വന നയമാണ്. അതുപോലെ സാമൂഹിക വനവൽക്കരണം എന്നുള്ള പദ്ധതി നമ്മൾ നടപ്പിലാക്കി. മറ്റൊന്ന് ഗ്രാമവനവൽക്കരണം. അങ്ങനെയുള്ള കൃഷിയോടൊപ്പം തന്നെ എന്താണ് അതിൻ്റെ കൂടെ തന്നെ വനവൽക്കരണത്തിനുള്ള പ്രാധാന്യം കൂടി കൃഷിക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഗ്രാമവനവൽക്കരണം എന്നോട് ഉദ്ദേശിക്കുന്നത്. സാമൂഹിക വനവൽക്കരണം എന്നോട് നമ്മൾ തരിശായി കിടക്കുന്ന ധാരാളം ഭൂപ്രദേശങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ വനവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഈ സാമൂഹ്യ വനവൽക്കരണം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതുപോലെ ദേശീയ വനനയം 1952 രൂപീകരിച്ച ദേശീയ വനനയത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ഞാൻ ആ സമയത്ത് പറയാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ എഴുതേണ്ടത്. ഇനി 22ാമത്തെ ചോദ്യം 2010 മാർച്ചിലാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിട്ടുള്ള ഭൂപടം എന്തിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തി സൂചിക പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സൂചികയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ ലിറ്ററൽ ആൻഡ് സ്വാമ്പ് ഫോറസ്റ്റ്. അപ്പോൾ ഇത് ഫോറസ്റ്റ് ടൈപ്പിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂപടമാണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് ഫോറസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് അത് അടയാളപ്പെടുത്തുക. ഒന്നാമത്തത് കടലോര ചതുപ്പ് വനങ്ങൾ എന്നുള്ളതാണ്. രണ്ടാമത്തത് ഇവിടെ സൂചിപ്പിക്കുന്നത് കണ്ടൽ കാട്
കാടുകളെ ആണ്. മൂന്നാമത്തത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും ഈ സെൻട്രൽ പോർഷൻസിലും മധ്യപ്രദേശിലും അതുപോലെ തന്നെ ഡെക്കാൻ പ്ലാറ്റ്യൂയുടെ ഒക്കെ ഈസ്റ്റേൺ പോർഷനിലൊക്കെ കാണുന്നതാണ്. ഈ ഒരു ഭാഗത്താണ് എന്താണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. കേരളത്തിൻ്റെ ഭാഗത്തും ഈ ഒരു മലബാർ തീരത്തൊക്കെ കാണുന്നതാണ്. അതുപോലെ തന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാണുന്നതാണ്. അടുത്തത് ഉഷ്ണമേഖല മുൾക്കാടുകളാണ് ഈ മരുഭൂമി പ്രദേശങ്ങളിൽ കാണുന്നത്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഘട്ടിൻ്റെ റെയിൻ ഷാഡോ ഏരിയയായ ഈ ഒരു ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തൊക്കെ കാണുന്നത് ഉഷ്ണമേഖല മുൾ കാടുകളാണ്. ഇത്തരം ഈ ഒരു ഡിവിഷൻ നിങ്ങൾ എന്തായാലും ഈ മാപ്പിൽ ഒന്ന് നോക്കിയിട്ട് അത് ഉറപ്പിച്ച് തന്നെ പരീക്ഷയ്ക്ക് പോകണം. അടുത്തത് 2010 വീണ്ടും ചോദിച്ചിരിക്കുന്നത് സെയിം ചോദ്യം തന്നെയാണ്. ABCD എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സെയിം ചോദ്യം തന്നെ വീണ്ടും വന്നിരിക്കുന്നു. ഇനി അടുത്തത് 7ാമത്തെ ഒരു ചോദ്യം 2011 ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിട്ടുള്ള സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ വനവിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്. ചൂടും ഈർപ്പവും ഉള്ളതും വർഷത്തിൽ 200 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്നതുമായ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലെ ചതുപ്പുകൾ, ചെളിമണ്ഡലങ്ങൾ, പൊഴികൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഈ 2 ടൈപ്പും വനവും ഏതാണെന്നാണ് കണ്ടെത്തുന്നത്. ഒന്നാമത്തത് വനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന് 200 സെൻറ്റിമീറ്റർ മഴ മുകളിൽ ലഭിക്കുന്നതാണ്. അത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്, ടെമ്പറേച്ചർ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. രണ്ടാമത്തെ ഈ ചതുപ്പ് ചെളിമണ്ഡലങ്ങളൊക്കെ കാണുന്ന വനമേഖലയ്ക്ക് പറയുന്നത് കടലോര ചതുപ്പുനില ഫോറസ്റ്റ് അല്ലെങ്കിൽ ചതുപ്പുനില വനങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൂ. അടുത്തത് 2011 തന്നെ ഒക്ടോബറിൽ ഒരു ഇംപ്രൂവ്മെൻ്റ് എക്സാമാണ്. ആ ഇംപ്രൂവ്മെൻ്റ് എക്സാമിൽ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. സെയിം തന്നെയാണ്. അതിൻ്റെ സവിശേഷത കൊടുത്തിട്ട് ഏതാണ് വനപ്രദേശം എന്ന് കണ്ടെത്തുന്നത്. ഫൗണ്ട് ഇൻ വാം ഹ്യൂമിഡ് ഏരിയസ് വിത്ത് റെയിൻഫാൾ മോർ ദാൻ 200 സെൻറ്റിമീറ്റർ, 200 സെൻറ്റിമീറ്റർ അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, വർഷം മുഴുവൻ പച്ചപ്പ്, റോസ്വുഡ്, മഹാഗണി, എബിണി തുടങ്ങിയ ഉദാഹരണങ്ങൾ. നിങ്ങൾക്ക് പറയാൻ പറ്റും ഇപ്പോൾ ഏതാണെന്നുള്ളത്. ഏതാണ്? യെസ്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. അടുത്തത് 50 സെൻറ്റിമീറ്റർ കുറവ് മഴ ലഭിക്കുന്ന വിവിധ പുല്ലുകളും കുറ്റിച്ചെടികളൊക്കെ കാണുന്നത്. ഏതാണത്? യെസ്, തോൺ എവർഗ്രീൻ ട്രോപ്പിക്കൽ അത് മുൾക്കാട്, തോൺ ഫോറസ്റ്റാണ്. മുൾക്കാടുകൾ കുറ്റിച്ചെടികളെന്നല്ല. ഓക്കെ, ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത 2012 ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, ഉയർന്ന വർഷപാതവും സുലഭമായ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് നിത്യഹരിത വനങ്ങൾ കണ്ടുവരുന്നത്. ഇന്ത്യയുടെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളുടെ വിതരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രസ്താവന പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് അവിടെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണ് എന്നുള്ളതൊക്കെ. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള സ്ഥലമാണ്. ബിക്കോസ് ഇറ്റ്സ് ട്രോപ്പിക്കൽ റീജിയൻ, ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക്കിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളാണ് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിക്കേണ്ടത്. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ കൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്ത് പോകുന്നത്. അടുത്തത് 15ാമത്തതും സെയിം ചോദ്യം തന്നെയാണ്. ABCD ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സെയിം തന്നെയാണ്. അടുത്തത് 20ാമത്തതും നോക്കൂ, സെയിം തന്നെ ABCD എന്നിവ. ഇത് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് ഉറപ്പിച്ചിട്ട് പോകണം, എന്നാലേ ഈ ഭാഗം സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ കഴിയും. അടുത്തത് 15ാമത്തെ ചോദ്യം എന്താണ്? സെപ്റ്റംബറിൽ ഇന്ത്യയുടെ ആദ്യമായി നടപ്പിലാക്കിയ ജൈവമണ്ഡലം. യെസ്, 1986 സെപ്റ്റംബറിൽ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ജൈവമണ്ഡല കേന്ദ്രം ഏത്? ലഘുവിവരണം നൽകുക എന്നുള്ളതാണ്. നമ്മുടെ ഒരുപാട് ജൈവമണ്ഡലങ്ങൾ നമ്മൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് നടപ്പിലാക്കിയ ഗവൺമെൻറ് നയത്തിൻ്റെ ഭാഗമാണത്. അങ്ങനെ 1986 സെപ്റ്റംബറിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ആദ്യത്തെ ജൈവമണ്ഡലം എന്ന് പറയുന്നത് നീലഗിരി ജൈവമണ്ഡലമാണ്. ഓക്കെ, നീലഗിരി ബയോ റിസർവ് സെൻ്ററാണ്. ഇതിന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇത് വയനാട്, നാഗർഹോള, ബന്ദിപ്പൂർ, അതുപോലെ തന്നെ മുതലമലൈ, നിലമ്പൂർ മേഖലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു വനമേഖലയാണ്, അല്ലെങ്കിൽ ഒരു ബയോ റിസർവ് സെൻ്ററാണ് ഈ നീലഗിരി എന്ന് പറയുന്നത്. ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ തരം ചെടികളും അല്ലെങ്കിൽ മരങ്ങളും ഇവിടെ കാണാമെന്നുള്ള, വരണ്ട കുറ്റിച്ചെടി മുതൽ നിത്യഹരിത വനങ്ങളും അതുപോലെ തന്നെ പുൽമേടുകളും ഒക്കെ തന്നെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. വെറൈറ്റി ഓഫ് ആനിമൽസ് ആൾസോ വി കൻ ഫൗണ്ട് ഹിയർ. ദാറ്റ് മീൻസ് സിംഹവാലൻ, കുരങ്ങ്, വരയാട്, അതുപോലെ തന്നെ ആന, കടുവ തുടങ്ങിയ ഒരുപാട് മൃഗങ്ങളെയും വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗം, കുന്നുകളും മേച്ചിൽപ്പുറങ്ങളും അതുപോലെ തന്നെ പുൽമേടുകളും പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയും റിവർ ബേസിനുകളും ഒക്കെ തന്നെ കാണാൻ പറ്റുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ബയോ റിസർവ് സെൻ്റർ എന്നുള്ളത്. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഞാനും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഈ കാര്യങ്ങളൊന്ന് ഉറപ്പിച്ചിട്ട് പോവുക. ഓക്കെ, ഇനി 20ാമത്തെ ചോദ്യം സെയിം തന്നെയാണ്. നമ്മുടെ ഭൂപടം നോക്കിയിട്ട് അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ABCD ഇങ്ങനെയാണ് നോക്കണേ.
അടുത്തത് നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ വന്യജീവി സമ്പത്ത് കുറയുവാനുള്ള ഏതെങ്കിലും 2 കാരണങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ വന്യജീവി സമ്പത്ത് നമുക്കറിയാം, ഒരുപാട് വന്യജീവികൾ എക്സിറ്റ് ആയി പോകുന്നുണ്ട്. അപ്പോൾ വളരെ ഭീഷണി നേരിടുന്ന ഒരുപാട് വന്യജീവികളുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് അതിന് കാരണം? ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വ്യാവസായികമായിട്ട് നമ്മൾ വലിയ സാങ്കേതികമായിട്ട് നമ്മൾ വളരെ കൂടുതൽ മുന്നേറിയിരിക്കുന്നു മനുഷ്യന്മാർ. ഇവിടെ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറഞ്ഞാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് കുന്നുകളും അതുപോലെ തന്നെ മലകളൊക്കെ ഇടിച്ചു നിരത്തി അവിടെ കെട്ടിടങ്ങൾ പണിയുന്ന അല്ലെങ്കിൽ വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങൾ പണിയുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പം നമുക്ക് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള വെജിറ്റേഷനാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഖനനത്തിൽ നിന്ന് നമ്മൾ ധാതുക്കൾ നമ്മൾ കുഴിച്ചെടുക്കുന്നുണ്ടെങ്കിലും അവിടെ എന്താണ് സ്വാഭാവികമായ നാച്ചുറൽ വെജിറ്റേഷൻ നശിപ്പിച്ചുകൊണ്ടാണ് അത് സാധ്യമാകുന്നുള്ളതാണ്. റോഡ് അത്യാവശ്യമാണ് എങ്കിലും റോഡിൻ്റെ നിർമ്മാണം നമുക്ക് പല ഘട്ടത്തിലും എന്തുണ്ടാവുന്നുണ്ട്, ഈ നാച്ചുറൽ വെജിറ്റേഷൻ തകർന്നു പോകാൻ കാരണമാവുന്നുണ്ട്. അണക്കെട്ടും അതുപോലെ തന്നെ നമുക്ക് വളരെയേറെ ഉപകാരപ്രദമാണ് അണക്കെട്ട്, എങ്കിലും നാച്ചുറലായിട്ടുള്ള നീരൊഴുക്ക് തടയപ്പെടുന്ന ഒരു സമ്പ്രദായം കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഭാസം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് കാട്ടുതീ, വലിയ തോതിൽ കാട്ടുതീ വളരും. നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും അടുത്ത ആമസോൺ കാടുകൾ മാസങ്ങളോളമാണ് കത്തിയുന്നത്. അവിടെ ഒരുപാട് ജൈവ വൈവിധ്യങ്ങളും സസ്യജാലങ്ങളും മൃഗങ്ങളൊക്കെ തന്നെ നശിച്ചു പോയി. അതിൻ്റെ എണ്ണമൊക്കെ ഇപ്പോഴും തിട്ടപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുപോലെ വളർത്തു മൃഗങ്ങളെ നമ്മൾ മേച്ചിൻപുറങ്ങളാണെങ്കിലും അത് വളരെ അനാവശ്യമായ തോതിൽ നമ്മളെ മേച്ചിൻപുറങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് സ്വാഭാവികമായ മേച്ചിൻപുറങ്ങൾ നഷ്ടപ്പെടുത്താൻ കാരണമാകും. മരം മുറിക്കുന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നു. അതുപോലെ തന്നെ വരേണ്യവൽക്കരത്തിൻ്റെ വേട്ടയാടലുകൾ ഇപ്പോഴും നടക്കുന്നു. വലിയ വലിയ ആളുകളൊക്കെ, നടന്മാരൊക്കെ ഇപ്പോഴും വേട്ടയാടലിനെ പിടിക്കപ്പെടുന്നതൊക്കെ പത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എന്താണ്, ഈ ഒരു വന്യജീവി സമ്പത്ത് നമ്മുടെ നാട്ടിൽ കുറയുവാനുള്ള കാരണമാകുന്നുള്ളതാണ്. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇതെന്നുള്ളത്. ഇനി അടുത്തത് അഞ്ചാമത്തെ 2017 ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ വന്യജീവികളുടെ ശോഷണത്തിനുള്ള പ്രധാന കാരണങ്ങൾ വിശകലനം. ഇത് തന്നെയാണ് സെയിം. 2015 ചോദിച്ചു, 2017 ഇംപ്രൂവ്മെൻറ്റിന് അതിനെ ചോദിച്ചു. ഇനി 2018 മഴയുടെ അളവിനനുസൃതമായി ഇലപൊഴിയും കാടുകൾക്കും മാറ്റമുണ്ടാകുമെന്ന് സമർത്ഥിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളെ ഇതിൽ ജലലഭ്യതയുടെ അടിസ്ഥാനത്തിലാണ് ശരിക്കും നമ്മൾ എന്തുണ്ടാവുന്നത്, ഈ ഇലപൊഴിയും കാടുകൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തേൽ ആർദ്രത ഇലപൊഴിയും വനങ്ങൾ എന്നാണ് പറയുന്നത്, ഹ്യൂമിഡായിട്ടുള്ളത്. മറ്റേത് അറിഡാണ്, വരണ്ട ഇലപൊഴിയും കാടുകളായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ടൈപ്പിന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തേൽ അതായത് ആർദ്ര ഇലപൊഴിയും കാടുകളിൽ 100 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ഉള്ള സ്ഥലത്തും, അത് ഏകദേശം പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ്. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒറീസ അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തേക്ക്, സാൽ ഇങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ്, നെല്ലി മരങ്ങളൊക്കെയാണ് ഈ പ്രദേശങ്ങളിൽ ധാരാളമായിട്ട് കാണുന്നതെന്നുള്ളതാണ്. ഇനി അടുത്ത് നോക്കൂ, വരണ്ട ഇലപൊഴിയും കാടുകൾ എന്നുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്കവിടെ കാണാൻ പറ്റുന്നു 70 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ 70 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യുന്ന സ്ഥലങ്ങളിലാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വിഭാഗവും ഇത് തന്നെയാണ്, ഈ വരണ്ട ഇലപൊഴിയും കാടുകളാണ്. അത് ഉത്തര മഹാസമുദ്രത്തിൻ്റെ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഉപദ്വീപീയ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ അത് കാണപ്പെടുന്നത്. പാലാസ്, അമാൽട്ടാസ് തുടങ്ങിയ ഒരുപാട് വൃക്ഷത്തിൻ്റെ വെറൈറ്റികൾ നമുക്ക് ഈ ഒരു മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ഏറ്റവും അവസാനത്തെ ചോദ്യം, ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ വനനയത്തിൻ്റെ ഏതെങ്കിലും 2 ലക്ഷ്യങ്ങൾ. ഒരുപാട് ലക്ഷ്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പോയിന്റ് ആയിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. 2 മാർക്കിൻ്റെ ചോദ്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ 2 പോയിന്റ് എഴുതിയാൽ മതി. ഏറ്റവും പ്രധാനമായും നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം വിസ്തീർണത്തിൻ്റെ ഒരു 33% 33% എങ്കിലും എന്ത് വേണം, വനം ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള വനവൽക്കരണ ബോധവൽക്കരണ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പാരിസ്ഥിതികമായിട്ടുള്ളൊരു സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട്, നാച്ചുറലായിട്ടുള്ളൊരു സ്ഥിരത കൈവരിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. പിന്നെ മണ്ണൊലിപ്പ് നമുക്ക് നമ്മുടെ കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ്. അത് തടയുക എന്നുള്ളതും ഈ ഒരു വനവൽക്കരണത്തിൻ്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വെക്കുന്നു. അടുത്തത് ജനകീയ ബോധവൽക്കരണം. ഈ വനവൽക്കരണത്തിൻ്റെ ഭാഗമായി ജനകീയ ബോധവൽക്കരണവും നമ്മൾ ലക്ഷ്യമിടും. ഏറ്റവും പ്രധാനപ്പെട്ട കുറേ പോയിന്റുകളുണ്ട്, അതിൽ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, വളരെ ഈസിയിൽ ഞാനിപ്പോൾ പറഞ്ഞതിൽ തന്നെ മനസ്സിലാവും ഡിവിഷൻസ് ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ, അതുപോലെ തന്നെ അത് ഏതൊക്കെ മേഖലകളിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതും അതിലടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട നാച്ചുറൽ വെജിറ്റേഷൻ
എക്സാമ്പിൾ ഏതൊക്കെയാണെന്നുള്ളതും വനവൽക്കരണ നയത്തിൻ്റെ പ്രാധാന്യം എന്താണ്, വന്യജീവി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതും ആ വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി നടപ്പിലാക്കിയ നയങ്ങൾ ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു പാഠഭാഗത്തിന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു വീഡിയോ കണ്ട് 1-2 പ്രാവശ്യം കണ്ട് നിങ്ങൾ ഉറപ്പിച്ചിട്ട് പോവുക. ഓക്കെ, താങ്ക് യു.